അപ്പോൾ ഇന്ന് നമ്മൾ ഇഷുവിൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് വേണ്ടി ഞാൻ റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാം. ഇഷു നല്ല ഉറക്കം കേട്ടോ. ചിലപ്പോൾ എൻ്റെ വോയിസിൽ സൗണ്ട് കുറവായിരിക്കും, കാരണം വാവ് ഉറങ്ങുവാണ്. ഞാൻ പുതുക്കെയാണ് വർത്തമാനം പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ റൂമിലൊക്കെ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത്, അപ്പോൾ ഇഷുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പം ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇഷുദേ ഉറങ്ങുവാണ്, ബർത്ത്ഡേ പോയി ഉറങ്ങി. ഇപ്പോൾ സമയം ഒരു 2 മണിയൊക്കെ ആയി കാണും. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ഒരുക്കാം, ഒന്ന് സെറ്റാക്കാമെന്ന്. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ സംഭവം ഇപ്പം നമ്മൾ ഒന്നും ചെയ്തില്ല, ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത ഡെക്കറേഷൻ. ചെറിയ രീതിയിൽ ഞാൻ കുറച്ച് ബലൂൺസൊക്കെ കിട്ടിയിട്ടുണ്ട്. വാവ ഇത് നല്ല ഉറക്കമാണ്, ഇതുവരെ എഴുന്നേറ്റില്ല. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. 6 മണിയല്ല, 5:45 കഴിഞ്ഞാണ്. അപ്പം ഞാനെല്ലാം ഒരുക്കിയിട്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത്, ചിങ്കാരി നല്ല ഉറക്കമാണ്. അപ്പം ഇനിയും ചിങ്കാരി ഉണരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഉണർന്നിട്ട് വേണം അവൻ്റെ റിയാക്ഷൻസൊക്കെ കാണാനും. രസമായിരിക്കും അല്ലേ, നമ്മളിങ്ങനെ ചെറിയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് ഞാനും ഒരുക്കിയത്. അപ്പം നമുക്ക് ഇനി കാണാം. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിൽ പോകണം. പിന്നെ ഇന്ന് അമ്പലത്തിൽ തന്നെ അപ്പുറത്തെ കാവിൽ അന്നദാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ നാളെ എന്ന് വെച്ചാൽ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ വായനയും അതുപോലെ തന്നെ കഞ്ഞിയും ഒക്കെ ഉണ്ട്. പിന്നെ വൈകിട്ട് നമ്മൾ കേക്ക് മുറിക്കും. അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി വാവ ഉണരട്ടെ അല്ലേ. ഹാപ്പി ബർത്ത്ഡേ നോയിക്കേ. ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ആണ്. എന്തുവാ അത്? ഉറക്കപ്പിച്ച് നിൽക്കുവാണോ? എന്താ അവിടെ മാത്രം വലിച്ചോണ്ട് നടക്കുന്നയാണോ? നമ്മളൊന്ന് ഉന്തി സഹായിക്കണം. ഇങ്ങനെ നോക്ക് ഇത്തപ്പ. അതിനകത്ത് വേറെ എന്തോ ഗിഫ്റ്റ്സ് ഉണ്ടല്ലേ? പൊട്ടിക്കണോ അമ്മേ? എന്തേ? ഗിഫ്റ്റ്സ് ആണ് തോന്നി. ഒത്തിരി സർപ്രൈസ് ഉണ്ടല്ലോ. ഗിഫ്റ്റ്സ് പൊട്ടിട്ട് പിന്നെ ബർത്ത്ഡേ ആണോ ഇന്ന്? മഴയാണല്ലോ.
ഞാനേ പൊട്ടിക്കുവാണോ? പൊട്ടിച്ചോ. അമ്മ പൊട്ടിച്ചു തരട്ടേത്. കൊള്ളാവോ ഇതപ്പാ? മണ്ണ് വരുന്നയോ? JCB. ഇതപ്പാ ഗിഫ്റ്റ്. ഒന്ന് പറഞ്ഞേ, ABCD ആണോ? എന്തി കൊള്ളാവോ? പൊട്ടിക്കാനെന്നോ? ആ പൊട്ടിച്ചു തരാം കേട്ടോ. അടുത്ത ഗിഫ്റ്റ് എടുക്ക്. ഇത് കൊള്ളാലോ. ഇത് നോക്കട്ടെ. ഇത്തുവിന് പുതിയ വണ്ടിയൊക്കെ ഉണ്ട്. വലിയ വണ്ടി ഉണ്ട്. വലിയ JCB. വലിയ JCB ഉണ്ട്. അത് ചെറുത്. വലുതെന്ത്? ഡോ അച്ചി താങ്കു പറ. താങ്ക് യു. താങ്കു. കാറ്. പുത്തൻ ഉടുപ്പിടാം. പുത്തൻ ഉടുപ്പ്. ഇനി വന്നേ. ഇനി വാ. ചിച്ചിത്തപ്പാ ബാ. ചെരുപ്പിട്ടേരാ. ഇവിടെ ഇരുന്നു. ചെരുപ്പിട്ടാറണ്ടേ. പൈപ്പ് തന്നെ കളയല്ലേ. ചെരുപ്പിട് ബാ. എന്താ വെള്ളമുണ്ടോ? അമ്പലത്തിലോട്ടാ. പൈസ കളയല്ലേ.
അങ്ങനെ ഇത്തുപ്പ അമ്പലയിലൊക്കെ പോയി ശുണ്ട്രിപ്പാപ്പുമായി അല്ലേ ഇത്തുപ്പ ശുണ്ട്രിപ്പാപ്പു ആയില്ലേ? ആ എവിടെ പോവാ? പൂ പറിക്കാൻ പോവാ അല്ലേ അമ്പലത്തിലേക്ക്? അല്ലേ ഇരിക്കെ. ആ അമ്മയെ ഉടുപ്പിട്ട് തരാം. പക്ഷെ ഉടുപ്പും പോട്ടെ, ചെരുപ്പിട്ട് തരാം. ഇത്തുപ്പ പൂ പറിക്കാൻ പോവാണ് അമ്പലയിലേക്ക്. ആ ഇരു. ശരി, അതിനെന്തിട്ട് നമുക്ക് പുറത്ത് പോയി പറിച്ചിട്ടും കൂടെ വരാം. അതും കൂടെ എടുത്തോ. പൂവൊക്കെ പറിച്ചു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ കഞ്ഞിക്കൊള്ള എല്ലാവരും ഒഴുക്കുമായിരുന്നു. ഇനി പൂവൊക്കെ കൊണ്ടുപോയി നമ്മൾ അകത്തുകൊണ്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ കൊടുത്ത് തിരിച്ചു വന്നു. അങ്ങനെ ഇനിയും നമ്മൾ വാവനെ കൊണ്ട് വേണം നമ്മുടെ അരി കഞ്ഞിക്കൊള്ള ഇടിക്കാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇനി അരിയൊക്കെ അങ്ങനെ വാവ ഉറങ്ങിപ്പോയി. ഇനി അരി ഇടുമ്പം വിളിക്കണം. അവർ എല്ലാം ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇനി അരി വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടെ തന്നെ ഇരുന്ന് നല്ല മഴയുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ഇരിക്കും. ഇപ്പോൾ ഉച്ചയായിട്ടോ. നമുക്ക് അരിയൊക്കെ ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കുഞ്ഞ് ഉറങ്ങുമായിരുന്നു. പിന്നെ ഉണർത്തി അരിയൊക്കെ ഇട്ട് നല്ല തിളച്ചില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞ് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കുളിച്ചൊന്ന് ഒരുക്കി. ഇനി ഉച്ചയ്ക്ക് ഇവിടെ കഞ്ഞി വിളമ്പണം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ദേവിക്ക് ആദ്യം കുഞ്ഞായിരിക്കും വിളമ്പി നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി വന്നതാണ്. അത് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കത്തുള്ളൂ. അപ്പം അവനായി നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം വെള്ളമൊക്കെ ആയിരുന്നു. ദൈവം സഹായിച്ച് ഇപ്പം ഉച്ചയായപ്പോൾ മഴ കുറഞ്ഞു. ഇനിയും കഞ്ഞിയൊക്കെ കൊടുക്കണം. അങ്ങനെ വൈകിട്ടായി. കേക്ക് മുറിക്കാനുള്ള സമയമൊക്കെ ആയി. ഇച്ചു നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞങ്ങളിതൊക്കെ ഒരുക്കി. ഉണ്ണിക്കുട്ടനും അച്ചുവും പിന്നെ ഞാനും എല്ലാം കൂടി ഇതെല്ലാം ഒരുക്കി സെറ്റാക്കി. പിന്നെ ഉണ്ണിക്കുട്ടനൊക്കെ കേക്ക് മേടിക്കാൻ പോയേക്കും. അപ്പോൾ കേക്ക് ഇതുവരെ വന്നില്ല. വാവ ഉണർന്നിട്ടുമില്ല. ഇനി വാവ ഉണർന്ന് വാവനെ ഒരുക്കിയൊക്കെ വേണം ഇനി കേക്ക് മുറിക്കാൻ. എങ്ങനെയുണ്ട് ഡെക്കറേഷൻ? ഇഷ്ടമായോ? നല്ലല്ലേ? അങ്ങനെ ഇച്ചു ഉണർന്നു. ഒരുക്കി നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പക്ഷെ ഒരുക്കി വെളിയിൽ കൊണ്ടുവന്ന് കേക്കൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആളുടെ കരച്ചിലൊക്കെ മാറി. ആൾ തനിയെ കേക്ക് മുറിക്കാൻ തുടങ്ങി കേട്ടോ. ആൾക്ക് അവിടെ ഇന്ന് ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് മറ്റേ ഇതുണ്ടല്ലോ, എന്തുവായിരുന്നു, മൂസാമ്പി, അതിൻ്റെ ഒരു പീസ് എടുത്ത് അവൻ കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കേക്കും കഴിക്കുന്നുണ്ട്. അതിന് കേക്ക് അങ്ങനെ ഇത്തുപ്പാൻക്ക് ഈ ഡെക്കറേഷനും കേക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. അവൻ ഫോട്ടോ എടുക്കാനൊക്കെ പോസ് ചെയ്ത് നിൽക്കുവാണ്. പിന്നെ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടി എല്ലാവരെയും വീഡിയോ കോൾ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവരും കണക്റ്റായിട്ട് കേക്ക് മുറിക്കാമെന്നും പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ എല്ലാം കണക്റ്റായി നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അവനെ ഞാൻ പിടിച്ചു വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ കേക്ക് മുറിക്കും. അതന്നെ ആര് കൊടുത്താലും ഓഫീസർ കൂടിയായ അഭിഭാഷകൻ അങ്ങോട്ട്
ഇപ്പൊ കരയുന്നില്ലായിരിക്കും. അവൻ കഴിക്കുന്നില്ല. അവനെ പുളിയാ ഇഷ്ടം. കണ്ണാടി എടുക്കട്ടെ. കണ്ണാടി വേണ്ട. ഹൈക്കോടതി ജസ്റ്റിസിന് പരാതി നൽകുകയും ജാമ്യം നൽകിയത് ചട്ടവിരുദ്ധമായിട്ടാണെന്നാണ് പറയുന്നത്. ഓപ്പൺ കോടതിയിൽ കേസ് പരിഗണിക്കാതെ പെട്ടെന്ന് ഇവർക്ക് ജാമ്യം നൽകിയതിൽ ഒരു സംശയമുണ്ടെന്നും ഇത് കൃത്യമായി അന്വേഷണം നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകുകയും ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുന്ദരിക വേണം. കുറച്ച് കഴിഞ്ഞ് പക്ഷെ നമ്മൾ മെഴുകുതിരിയും പിന്നെ അങ്ങനെ മറ്റേ ഇങ്ങനെ കത്തുന്നൊരു സാധനം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു. മറന്നുപോയി കേട്ടോ എടുക്കാൻ. പിന്നെ ഓർത്തെ. അതുകൊണ്ട് അതെല്ലാം പിന്നെ കേക്കൊക്കെ മുറി കഴിഞ്ഞാണ് ഞങ്ങളെല്ലാം കത്തിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ എൻ്റെ വാവയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. വാവ ഒന്ന് കരഞ്ഞായിരുന്നു ഉറങ്ങി എഴുന്നേറ്റപ്പോഴേ. അപ്പം ഞങ്ങൾ ഈ കാര്യമൊക്കെ അങ്ങ് വിട്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞ കേക്ക് കൊണ്ടുവന്നേ. അപ്പോൾ നമ്മളിതെല്ലാം അങ്ങ് മറന്നുപോയായിരുന്നു എടുത്ത് വെക്കാൻ വേണ്ടി. അങ്ങനെ ഇത്തുപ്പാപ്പുവിന് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത്തുവിന് ഈ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കേക്കിൻ്റെ മണ്ടയ്ക്കുള്ള ഫ്രൂട്ട്സ് എല്ലാം പെറുക്കി എടുക്കാൻ കഴിക്കുമായിരുന്നു. എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കേക്ക് മുറിച്ച് കഴിഞ്ഞു അവൻ അതിൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല. അവനത് തീരുന്നിടം വരെ അവിടുന്ന് ഫ്രൂട്ട്സൊക്കെ പെറുക്കി അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ വാവ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അറിയാലോ 24/7 ഫാമിലി വ്ളോഗ്സ് നമ്മുടെ ഒരു കൊച്ചു ചാനലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.